മഹാരാഷ്ട്രയിൽ പരമ്പരാഗത കേഡർ വോട്ടുകളെ ചാലുകീറി ഒഴുക്കി സർവത്ര മേഖലകളിലും ഒരു ക്ലീൻ സ്വീപ്പ് നടത്തിയാണ് ഇന്ത്യയുടെ വിജയം. അതുകൊണ്ട് തന്നെ നമുക്ക് മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഒരു തരത്തിലും രാഷ്ട്രീയപരമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. ലോക്സഭയിലെ പ്രകടനത്തിൽ നിന്നും ഒരു ബൂമറാങ് പോലെ പ്രതിപക്ഷ നേതാവിനെ പോലും അവകാശപ്പെടാൻ കഴിയാത്ത നിലയിലേക്ക് മഹാവികാസ് അഘാഡി പോയിരിക്കുന്നു. ഈ വിജയം BJPക്കും NDAയ്ക്കും നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. മറ്റന്നാൾ പാർലമെന്റ് ശീതകാല സമ്മേളനം ആരംഭിക്കുന്നു. പ്രതിപക്ഷം ആയുധമാക്കാൻ പോകുന്ന മോദി അദാനി ബന്ധത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിലെ BJPയുടെ വിജയം. തിരഞ്ഞെടുപ്പ് തൊട്ട് മുൻപ് വരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യമാണ് മൊധാനി ബന്ധം എന്ന് പറയുന്നത്. മുതലാളിത്തത്തിനെതിരെ രാഹുൽ ഗാന്ധി പോരാടിയെങ്കിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, സാധാരണക്കാരനായിട്ടുള്ള വോട്ടറുടെ മനസ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹിന്ദു വോട്ടുകൾ മുഴുവൻ ഒരു ഭാഗത്ത് ഏകീകരിക്കുകയായിരുന്നു. ഒപ്പം മറാഠ, ബീഹാരവും ജനക്ഷേമ പദ്ധതികൾക്കാണ് അവിടെ മഹായുതി സർക്കാർ നന്ദി പറയേണ്ടത്. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഒഴികെ ബാക്കി എല്ലാവരും ഇന്ത്യ സഖ്യത്തെ കൈവിട്ട അവസ്ഥയായിരുന്നു. 5 പതിറ്റാണ്ട് കാലത്തെ ബാലാസാഹിബ് താക്കറയുടെ വംശാധിപത്യത്തെ തകർത്തുകൊണ്ട് ഉദ്ധവിൻ്റെയും ശരത് പവാറിൻ്റെയും അടിവേര് അറുത്തുകൊണ്ടുള്ളൊരു വിജയമാണ് BJPയുടെ. ശിവസേന, NCP പാർട്ടികളുടെ കേഡർ വോട്ട് എന്തായാലും NDAയ്ക്ക് ഒപ്പമുള്ള സഖ്യകക്ഷികളുടെ ഒപ്പമാണ്. ബ്രാഹ്മിൺ വോട്ടുകൾ മുതൽ OBC വിഭാഗത്തെ വരെ BJP കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. മോദിയുടെ ഹിന്ദുത്വ പ്രോ സ്റ്റാൻഡ് അത് വളരെ കൃത്യമായി ലക്ഷ്യം കാണുന്നുമുണ്ട്. പ്രധാനമന്ത്രിയുടെ കണ്ണുകൾ എന്തായാലും 2029 എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൻ്റെ വലിയൊരു ഭാഗമായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇനി അടുത്ത വർഷം ഡൽഹിയുമുണ്ട്, അതുപോലെ തന്നെ ബീഹാറുമുണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്.